ഹായ്. ഇത്രയധികം സന്തോഷത്തോടെ ഒരുപാട് കാലത്തിന് ശേഷമായിരിക്കും ഇങ്ങനൊരു റിവ്യൂ പറയുന്നത്. അത്രയധികം ഹാപ്പിയാണ്, അത്രയധികം സാറ്റിസ്ഫൈഡ് ആണ്. സംതൃപ്തി എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ പീക്കിലാണ് നിൽക്കുന്നത്. അങ്ങനൊരു പടം കണ്ട ഒരു ഇൻട്രസ്റ്റ്. ഇത് ദിസ് ഈസ് കംബാക്ക്. നമ്മളെല്ലാവരും പറയുന്ന, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ലാലേട്ടൻ. എല്ലാവരും പറയുമല്ലോ, പല പടങ്ങളും വരുമ്പോഴും ഈ കംബാക്കായി നമ്മൾ പറയുമ്പോൾ പല ആളുകൾ നമ്മളെ തെറി വിളിക്കാറുണ്ട്. കുഴപ്പമില്ല, കാരണം ഇതാണ് ഞങ്ങൾ ആ പറയുന്ന കംബാക്ക്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ലാലേട്ടന്റെ കംബാക്ക്. ഇതിനപ്പുറത്തേക്ക് ഒരു കംബാക്ക് ഇല്ല. ഇനി ലാലേട്ടനെ കുറ്റം പറയാൻ ഒരു മനുഷ്യനും സാധിക്കില്ല. അമ്മാതിരി പെർഫോമൻസ് ആ മനുഷ്യന് കാണിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടറിയാൻ വേണം. അത്രയ്ക്ക് കിടലൻ പടം, ഒരു രക്ഷയില്ലാത്ത പടം. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ആൻഡ് ഇത് ഞാൻ എന്തൊക്കെ ഇതിൽ വിട്ടുപോകുന്ന എനിക്ക് അറിയില്ല, കാരണം ഇതൊരു റിവ്യൂ ആയിട്ട് പറയാനൊന്നും കഴിയില്ല. കാരണം അത്രമാത്രം ത്രില്ലിങ്ങിലാണ് പടം. കണ്ട് ഇത്ര നേരമായിട്ടും ഉള്ളിൽ ഇങ്ങനെ കടന്നു പെട്ടക്കാണ് പടം. അതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യമുണ്ട്. തരുൺമൂർത്തി പച്ച നുണയനാണ്. കള്ളണം കയറി. കാരണം പുള്ളി പറഞ്ഞിരുന്നു, പല ജോണർ ഷിഫ്റ്റ് ആളുകൾ ചെയ്യുമ്പോൾ പേടിയുണ്ട്, പല ആളുകളും ഇത് ദൃശ്യമായിട്ട് കമ്പയർ ചെയ്യുന്നു, മറ്റു സിനിമയായിട്ട് കമ്പയർ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, പേടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തിനു പേടിക്കണം? അമ്മ അതൊരു സാധാരണ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി എന്ത് തേങ്ങയ്ക്കാണ് നിങ്ങൾ പേടിക്കണത്? മാത്രമല്ല, നിങ്ങൾ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം ഉണ്ടല്ലോ, ജോണർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പേടിയുണ്ട് എന്നുള്ള പറഞ്ഞു. ഇത് ഇങ്ങനെ പറയാണ് വന്നിട്ട്, ഇത് ഞാൻ ഉറച്ചു നിൽക്കുന്നത് ഒരു ഫാമിലി ഡ്രാമയാണെന്ന്. ഇവിടെ ഫാമിലി ഡ്രാമ ആയിക്കോട്ടെ, ഇത് ജോണർ ആര് ഷിഫ്റ്റ് ചെയ്താലും എന്താ പ്രശ്നം? ഒരാൾക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നിങ്ങൾ ലാലേട്ടനെ പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. പല ആളുകളും വാട്സപ്പിൽ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, എമ്പുരാന്റെ മുകളിൽ നിൽക്കും. എമ്പുരാനൊക്കെ പുഴു, സീരിയസ്ലി വെറും പുഴു. ഇത് വെച്ച് നോക്കുമ്പോൾ ഇതാണ് പടം. എമ്പുരാനൊന്നും ഒന്നുമല്ല. എടാ, എങ്ങനെ ഇപ്പൊ സിനിമയെ കുറിച്ച് പറഞ്ഞിട്ട് എനിക്കറിയില്ല. ആൻഡ് സിനിമയിലേക്ക് വരുമ്പോൾ ഓഫ്കോഴ്സ് ശോഭന, അതുപോലെ ലാലേട്ടൻ പെർഫോമൻസ് ഒക്കെ ലാലേട്ടൻ തൂക്കിയിട്ടുണ്ട്. പക്ഷേ എടുത്ത് പറയേണ്ട ഒരു കഥാപാത്രമുണ്ട് ഇതിലെ വില്ലൻ, ഇതിലെ മെയിൻ വില്ലൻ. അങ്ങേരെന്ന് പറഞ്ഞാൽ അഴിഞ്ഞാട്ടമാണ്. ദ പെർഫോമർ എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന അത്ര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ സിനിമയിലെ വില്ലൻ. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുക എന്ന് പറയില്ലേ, അമ്മാതിരി പെർഫോമൻസ്. ആൻഡ് ഈവൻ ലാസ്റ്റ് ഷോട്ട് വരെ അങ്ങനെയുള്ള ആ ഒരു മാനറിസവും ആ ഒരു സ്റ്റൈലും അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഒരു ആറ്റിറ്റ്യൂഡും അത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഈ സിനിമയിലെ. നമുക്ക് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ആ വില്ലനെ ഒഴിച്ചു നിർത്തിക്കൊണ്ടൊരു സംഭവം നമുക്ക് പറയാൻ കഴിയില്ല. അത്രമാത്രം ഗംഭീരമായി അദ്ദേഹം പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് തരുൺമൂർത്തി ആണെങ്കിലും അല്ലെങ്കിൽ KR സുനിലാണെങ്കിലും ഇതിന്റെ എഴുത്തിൽ ഈ ക്യാരക്ടറിന്റെ ഒരു ആർക്ക് കൊണ്ടുവച്ചിരിക്കുന്ന വിധമാണെങ്കിലും വളരെ ഗംഭീരമായിട്ടാണ്. തുടക്കം മുതൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഹായ് എന്ന് പറഞ്ഞ ചിരിയുണ്ട്, അവിടുന്ന് മുതൽ അങ്ങോട്ട് തുടങ്ങിയിട്ട് എൻഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് എന്ത് ജാതി വില്ലനല്ലേ, കൊടൂര വില്ലൻ നമുക്ക് പല തവണ നമ്മൾ പറഞ്ഞു പോകും. അങ്ങനത്തെ രീതിയിലാണ് വില്ലനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇനി സിനിമയിലേക്ക് വരികയാണെങ്കിൽ തുടക്കം തന്നെ ലാലേട്ടൻ, മോഹൻലാൽ എന്ന് എഴുതി കാണിക്കുന്ന ഭാഗത്തുണ്ട്. ദിസ് ഈസ് സംതിങ് ഡിഫറെന്റ്. തരുൺമൂർത്തി ഇതിനെ വേറെ രീതിയിലാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് മനസ്സിലാവും. കാരണം ആ മോഹൻലാലിനെ എഴുതി കാണിക്കുന്നത് അങ്ങനത്തെ ഒരു ഏരിയയിലാണ്. അതുപോലെ ആ ഒരു സ്ഥലം, അവിടുത്തെ മൃഗങ്ങളും കാടും അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫസ്റ്റ് ഈ മോഹൻലാലിനെ എഴുതി കാണിച്ചതിന് ശേഷം കാണിക്കുന്ന ഒരു സീൻ, ആ സീനിന് ശേഷം വരുന്ന കുറച്ച് പാട്ടുകൾ, ഇത് ഇവിടെയൊക്കെ നമുക്കൊരു വാവ്, ഇത് കൊള്ളാലോ, ഇത് സൂപ്പറാണല്ലോ എന്ന് തോന്നുന്നുണ്ട്. ആൻഡ് ഫ്രെയിമിങ്സ് ആണെങ്കിലും ഇതിന്റെ ഛായാഗ്രഹണം, പിന്നെ എടുത്തു പറയേണ്ടത് ജെയ്ക്സ് ബിജോയ്. മാൻ, നിങ്ങളൊരു ഒരു രക്ഷയില്ല. എന്താ പറയാ, ഇതിന്റെ ഫസ്റ്റ് സീൻ, ദ വെരി ഫസ്റ്റ് ഷോട്ട് മുതൽ ഇതിന്റെ ഏറ്റവും അവസാനം എഴുതി കാണിക്കുന്ന വരെ ഇതിലുള്ള പാട്ടുകൾ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സ്, അതും നല്ല ഫീല് വരേണ്ട സമയത്ത്, നല്ല എന്താ പറയുക, ഒരു ഫാമിലി അവരുടെ ഒരു ഇഷ്ടം തോന്നുന്ന സമയത്ത്, ഇതിൽ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ചില സമയങ്ങൾ വരുന്ന സമയത്ത്. ആൻഡ് സെക്കൻഡ് ഹാഫ് അയ്യോ, അമ്മാതിരി പരിപാടി സെക്കൻഡ് ഹാഫിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ ചെയ്ത് വെക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ അത് പറയാം, അത് സ്പോയിലർ വരാതെ പറയും വേണം. കാരണം ലാലേട്ടന്റെ ആ ഒരു സ്റ്റാർഡം, അല്ലെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്ന, നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള ലാലേട്ടൻ കൈയടിക്കേണ്ട, കൂവി വിളിക്കേണ്ട സാധനങ്ങൾ, അത് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു വീഡിയോ വെക്കാം. വീഡിയോ അല്ല, ഒരു ജസ്റ്റ് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അതായത് ജസ്റ്റ് ഒരു അവിടുത്തെ ഒരു ആരവാണ് നിങ്ങൾ കേൾക്കുന്നത്. അത് ചെറിയൊരു സാധനമാണ്, ഇതൊന്നും അല്ല.
ഇതിൽ ആരവെന്നൊക്കെ പറഞ്ഞ ഇതൊന്നൊന്നുമല്ല. കാരണം സെക്കൻഡ് ഹാഫ് മുതൽ അങ്ങോട്ട് നമുക്ക് ആ കൂക്കി വിളിക്കാനും മലറാനും എണീറ്റെന്ന് അടിക്കാനും തുള്ളിച്ചാടാനുള്ള സാധനങ്ങളാണ് ലാലേട്ടൻ അങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ആ സമയത്തുള്ള BGM-ഉം ആ സമയത്തുള്ള നോട്ടവും അദ്ദേഹത്തിന്റെ ചിരിയും. ഈടാ ഗംഭീര സിനിമ എന്ന് പറഞ്ഞാൽ ലാലേട്ടന്റെ ഈ അടുത്ത് വന്നിട്ടുള്ള ഒരു എത്ര സിനിമ എടുത്താലും ഇത്ര ഗംഭീരമായിട്ട് എൻജോയ് ചെയ്തൊരു സിനിമ ഞാൻ തിയേറ്ററിൽ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. ലാലേട്ടന്റെ മാത്രമല്ല ഒരു സിനിമയും കണ്ടിട്ടില്ല. അത്ര ഗംഭീര സിനിമ. ഇതൊക്കെ നെഗറ്റീവ് പറയുന്ന ആളുകൾക്ക് എന്തെനിക്കറിയില്ല, ഭ്രാന്തായിരിക്കും. കാരണം അങ്ങനത്തെ ഒരു പടം. ആൻഡ് ട്രൂലി ദിസ് ഈസ് കംബാക്ക്. ലാലേട്ടൻ്റെ ഗംഭീരമായിട്ടുള്ള രാജകീയമായിട്ടുള്ള ഒരു കംബാക്കാണ് തരുൺമൂർത്തി ഇതിലൂടെ ഒരുക്കിയിട്ടുള്ളത്. ആൻഡ് ലാലേട്ടനൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഒരുപാട് കാലമായി. അദ്ദേഹം ഇത്ര പെർഫോമൻസ് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ ബിലീവ് ചെയ്ത് വിശ്വസിച്ച് അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം മാത്രം യൂസ് ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ പെർഫോമറിനെ വ്യക്തമായി നമ്മുടെ മുമ്പിലേക്ക് തരുന്ന ഒരു സിനിമ വന്നിട്ട് ഒരുപാട് കാലമായി. തരുൺമൂർത്തി അത് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ പടം കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമായി പോയി മോഹൻലാലിനോട്. ഐ ജസ്റ്റ് ലവ് യു ലാലേട്ട, ഐ ലവ് യു എന്ന് പറയാനാണ് തോന്നുന്നത്. അത്ര ഇഷ്ടം തോന്നിപ്പോയി. പിന്നെ പടം കഴിഞ്ഞപ്പോൾ എണീറ്റ് വരാൻ തോന്നണില്ല. കാരണം ആ മ്യൂസിക് നമ്മളവിടെ പിടിച്ചിരുത്തുക. ജെയ്ക്സ് ബിജോയ് മാൻ, ഓ യു ഭയങ്കരമാണ് നിങ്ങൾ. പിന്നെ ശോഭനയിലേക്ക് വരുമ്പോൾ പെർഫോമൻസ് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ആ കോംബോ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഞാൻ ഈ വീഡിയോ മീൻസ് ട്രെയിലർ കണ്ട സമയത്ത് പറയുന്നു അത്ര വർക്കാവാത്ത പോലെ ഫീൽ ചെയ്യുന്നുള്ളൂ. ബട്ട് വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് അവർ അത്ര സ്പേസ് ഉള്ള ഒരു കഥാപാത്രമാണ്. വെറുതെ ഒരു ശോഭനയെ കൊണ്ട് നിർത്തിയേക്കാം എന്ന് വിചാരിച്ച് വെറുതെ ആ ഒരു കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ആ ഒരു പഴയ നൊസ്റ്റാൾജിയ കിട്ടാൻ വേണ്ടി മാത്രം തരുൺമൂർത്തി പ്ലേസ് ചെയ്തിരിക്കുന്നതല്ല. അത് നല്ല ഗംഭീരമായിട്ടുള്ള കഥാപാത്രമാണ്. ആൻഡ് ഇതിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ്, ബിനു പപ്പു സൂപ്പർ പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത്. അവരുടെ മക്കളാണെങ്കിലും അതല്ലാതെ കുറേ കഥാപാത്രങ്ങളുണ്ട്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചെന്ന് പറയുന്ന രീതിയിൽ തന്നെ. മണിയമ്പിള്ള രാജുവിൻ്റെ കഥാപാത്രമാണെങ്കിലും തമിഴിൽ നിന്നുള്ള കുറച്ച് കഥാപാത്രങ്ങളാണെങ്കിലും ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പാട്ടുകൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അത്ര രസമുള്ള ഓരോ പാട്ടും, ഒരുപാട് പാട്ടുകൾ, ഒരു 3-4 പാട്ടുകൾ വരുന്നുണ്ട്. അതല്ലാതെ ചില 2-4 വരികൾ മാത്രം പാടുന്ന ചില ഏരിയാസ് വന്നിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല രസമുള്ള, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ കാതിന് ഇമ്പമുള്ള ഒരു പാട്ടുകളാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് എൻ്റെ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വളരെ സുഖമുള്ള, ശരിക്കും വളരെ സുഖമുള്ള ഒരു ഫസ്റ്റ് ഹാഫ്. വളരെ സുഖം, കാതിനും കേൾക്കാനും ഒക്കെ സുഖമുള്ളൊരു ഫസ്റ്റ് ഹാഫ്. ഭയങ്കര നമ്മളതിലിങ്ങനെ ലയിച്ചു പോകുന്ന രീതിയിലൊരു ഫസ്റ്റ് ഹാഫ്. ആൻഡ് ത്രില്ലിങ്, ഗൂസ് ബംപ് ഉണ്ടായിരിക്കും. നമ്മളെ രോമം എണീറ്റ് നിൽക്കുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള, വളരെ ആർപ്പുകൂലിയോടെ കാണാൻ പറ്റുന്ന ഒരു സെക്കൻഡ് ഹാഫ്. അങ്ങനെ മൊത്തത്തിൽ ശരിക്കും ഗംഭീരമായിട്ടുള്ള ഒരു പടമാണ് തരുൺമൂർത്തി ചെയ്തു വെച്ചിരിക്കുന്ന തുടരും എന്ന് പറഞ്ഞ സിനിമ. സോ ലാലേട്ടൻ ഉറപ്പായിട്ടും തുടർന്നിരിക്കും. സോ ദിസ് എ മസ്റ്റ് വാച്ച്. 9.5 ഔട്ട് ഓഫ് 10. ഒരു 0.5 അവിടെ കണ്ണിട്ടാണ്ടിരിക്കാതിരിക്കട്ടെ. സോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും മറക്കാൻ കമന്റിൽ രേഖപ്പെടുത്തുക. സിനിമ കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എക്കച്ചക്കരെ നിൽക്കേണ്ട, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, മുതലാവും.